വെൽക്കം ബാക്ക് മൈ ഡിയർ സ്റ്റുഡൻസ്. മാത്തമാറ്റിക്കൽ അനാലിസിസിൻ്റെ ഒരു പുതിയ ലെക്ചറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. പ്രീവിയസ് വീഡിയോസിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് ഒരു സീരീസ്, ഇൻഫാക്റ്റ് ഒരു പോസിറ്റീവ് ടേം സീരീസിൻ്റെ കൺവേർജൻസിന് നമ്മളെ സഹായിക്കുന്ന ചില ടെസ്റ്റുകളാണ്. മെയിൻലി വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് റേഷ്യോ ടെസ്റ്റ്, റൂട്ട് ടെസ്റ്റ് ആൻഡ് ഇൻ്റഗ്രൽ ടെസ്റ്റ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രോബ്ലംസ് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ദാറ്റ് ദ സീരീസ് summation 1 by n raised to p is always convergent whenever p is greater than 1. We have 1 by summation 1 by n raised to p converges if and only if p greater than 1, and if p less than or equal to 1, which means that if p less than or equal to 1, this series summation 1 by n raised to p diverges. Now നമ്മൾ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് ഈ റിസൾട്ട്. ഇനിയും ഈ റിസൾട്ട് തന്നെ നമുക്ക് ഇൻ്റഗ്രൽ ടെസ്റ്റ് വെച്ചും ഈ റിസൾട്ട് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. സോ ഇൻ്റഗ്രൽ ടെസ്റ്റിൻ്റെ കണ്ടീഷൻസ് എല്ലാം ഈ ഫങ്ഷൻ അല്ലെങ്കിൽ ഈ കേസ് ഈ സീരീസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇൻ്റഗ്രൽ ടെസ്റ്റ് വെച്ചും ഇതിൻ്റെ കൺവേർജൻസ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഫസ്റ്റ് കൺസിഡർ പി ഈസ് ഈക്വൽ ടു 1. സോ പി ഈസ് ഈക്വൽ ടു 1 ആകുമ്പോൾ കറസ്പോണ്ടിങ് സീരീസ് സമ്മേഷൻ 1 by n. നമ്മൾ ഇൻ്റഗ്രൽ ടെസ്റ്റിൻ്റെ അകത്ത് പറഞ്ഞത് ഇവിടുത്തെ എക്സ് എന്നുള്ള ടേമിനെ നമ്മൾ എഫ് ഓഫ് ടി എന്ന് പറയുന്നൊരു ഫംഗ്ഷനാക്കി മാറ്റണം. ഈ എന്നിനെ വേരിയബിൾ ആക്കിയാൽ മതി. സോ കറസ്പോണ്ടിങ് എഫ് ഓഫ് ടി ഈസ് ആക്ച്വലി 1 by t, okay, which is actually monotonic decreasing. On interval 1 to infinity. കാരണം ഇവിടെ ടിയുടെ വാല്യൂ വലുതാകുന്നതിനനുസരിച്ച് 1 by ടിയുടെ വാല്യൂ ചെറുതാകുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇഫ് t1 ഈസ് ഗ്രേറ്റർ ദാൻ t2, both are positive, 1 by t1 is less than 1 by t2. അതായത് t1 greater than t2 ആണെങ്കിൽ f of t1 is actually less than f of t2. ഇതാണ് ഒരു മൊണോട്ടോണിക് ഡിക്രീസിങ് ഫംഗ്ഷൻ്റെ പ്രത്യേകത. അതായത് വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. സോ ദിസ് ഫംഗ്ഷൻ ഈസ് ക്ലിയർലി എ മൊണോട്ടോണിക് ഡിക്രീസിങ് ഫംഗ്ഷൻ. ഓക്കെ, സോ നമ്മൾ ആദ്യം ചെയ്തത് സീരീസ് എടുത്തു, സീരീസിൻ്റെ അസോസിയേറ്റഡ് ഫംഗ്ഷൻ എടുത്തു, എഫ് ഓഫ് ടി വിച്ച് ഈസ് 1 by t. അത് ആദ്യം മൊണോട്ടോണിക് ഡിക്രീസിങ് ഓൺ 1 ഇൻഫിനിറ്റി എന്നുള്ള ഇൻ്റർവെല്ലിൽ ആണോ എന്ന് ചെക്ക് ചെയ്തു. ദിസ് ഈസ് ആക്ച്വലി എ മൊണോട്ടോണിക് ഡിക്രീസിങ് ഫംഗ്ഷൻ ഓൺ ദ ഇൻ്റർവെൽ 1 ഇൻഫിനിറ്റി. ഓക്കെ, ഇനി നമുക്ക് ഇൻ്റഗ്രൽ ടെസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കണ്ടീഷൻസ് നോക്കാം. ക്ലിയർലി ടി പോസിറ്റീവ് ആണെങ്കിൽ, ടി 1 to infinity ആണെങ്കിൽ 1 by t ഈസ് ഓൾവേസ് പോസിറ്റീവ്. സോ എഫ് ഓഫ് ടി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. So f of t is actually a positive monotonic decreasing function on 1 infinity. So f of t is a positive monotonic decreasing function on the interval 1 infinity. ഈ ഇൻ്റർവെല്ലിൽ ഇത് പോസിറ്റീവാണ്, മൊണോട്ടോണിക് ഡിക്രീസിങ് ആണ്. ഓക്കെ, നൗ we have the result that ഈ സീരീസ് കൺവേർജ് ചെയ്യണമെങ്കിൽ ഇൻ്റഗ്രൽ 1 to infinity f of t dt also converges. Okay, so using integral test, summation 1 by n converges if and only if integral 1 to infinity f of t dt converges or this value is finite ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൽ 1 to infinity
f of t dt. This is actually limit n tends to infinity, integral 1 to n, f of t is 1 by t. So 1 by t the integral is log t. So this is limit n tends to infinity, log t, upper limit and lower limit 1. So this is actually limit n tends to infinity, upper limit minus lower limit കൊടുക്കുമ്പോൾ log n minus log 1. Log 1 is actually 0. So the answer becomes limit n tends to infinity log n എന്ന് answer കിട്ടും. So this answer becomes limit n tends to infinity log n. n വളരെ വലുതാകുമ്പോൾ log n വളരെ വലുതാകുകയാണ് ചെയ്യുന്നത്. So log n is also an increasing function. So as n tends to infinity, log n also tends to infinity. So this tends to infinity, which means that integral 1 to infinity f of t dt is not convergent, or it is not a finite value, which means that the corresponding series is divergent. So integral 1 to infinity f of t dt is not convergent, which means that the value is not finite. അതാണ് അതിൻ്റെ അർത്ഥം. So which implies by integral test summation 1 by n is actually divergent. So clearly summation 1 by n എന്ന് പറഞ്ഞ സീരീസ് ഡൈവേർജ് ചെയ്യും ഇൻ്റഗ്രൽ ടെസ്റ്റ് വെച്ച്. സോ പി ഈസ് ഈക്വൽ ടു 1 എന്നുള്ള കേസ് നമ്മൾ കൃത്യമായി ഡിസ്കസ് ചെയ്തു. പി ഈസ് ഈക്വൽ ടു 1ൻ്റെ കേസിൽ കറസ്പോണ്ടിങ് സീരീസ് ഈസ് ആക്ച്വലി ഡൈവേർജൻ. ഓക്കെ, ഇനി അടുത്തത് പി നോട്ട് ഈക്വൽ ടു 1 എന്നെടുത്തു. സോ നെക്സ്റ്റ് കേസ് ഓർ കേസ് 2 ഈസ് ആക്ച്വലി പി നോട്ട് ഈക്വൽ ടു 1. അപ്പോൾ കറസ്പോണ്ടിങ് സീരീസ് ഈസ് സമ്മേഷൻ 1 ബൈ n റൈസ് ടു പി. ഓക്കെ, അപ്പോൾ അസോസിയേറ്റഡ് ഫങ്ഷൻ ഈസ് എന്നിനെ ടി ആക്കിയാൽ മതി. എഫ് ഓഫ് ടി ഈസ് 1 ബൈ ടി റൈസ് ടു പി. ക്ലിയർലി ദിസ് ഈസ് ആക്ച്വലി എ monotonic decreasing function. Okay, on 1 infinity. പി എപ്പോഴും പോസിറ്റീവാണ്, കാരണം T1 greater than T2 ആണെങ്കിൽ T1 raised to P also greater than T2 raised to P. Then 1 by T1 raised to P should be less than 1 by T2 raised to P. This is f of T1. This is less than f of T2. ഇവിടെ ഡൊമൈൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണ്. സോ പോയിൻറ്റ്സ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. സോ ദിസ് ഈസ് ആക്ച്വലി എ മൊണോട്ടോണിക് ഡിക്രീസിങ് ഫംഗ്ഷൻ. ക്ലിയർലി ടി റൈസ് ടു പി എപ്പോഴും പോസിറ്റീവാണ്. ടി പോസിറ്റീവ് ആയതുകൊണ്ട് ടി ഈസ് ഇൻ ബിറ്റ്വീൻ ദ ഇൻ്റർവൽ 1 to infinity. സോ ടി പോസിറ്റീവ് ആയതുകൊണ്ട് ടി റൈസ് ടു പി ഈസ് ഓൾസോ പോസിറ്റീവ്. സോ 1 by ടി റൈസ് ടു പി ഈസ് ഓൾസോ പോസിറ്റീവ്, വിച്ച് മീൻസ് ദാറ്റ് എഫ് ഓഫ് ടി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, സോ നമുക്ക് വേണ്ട രണ്ട് കണ്ടീഷനുമായി എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 1 by ടി റൈസ് ടു പി, വിച്ച് ഈസ് ആക്ച്വലി എ monotonic decreasing function and a positive function. So which means that f of t is actually a positive monotonic decreasing function on 1 infinity. Okay, so f of t is a positive monotonic decreasing function on 1 infinity. Okay, now നമുക്ക് ഈ സീരീസ് കൺവേർജ് ചെയ്യണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1 by n റൈസ് ടു പി ഈ ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം, കൺവേർജ് ചെയ്യണം. ഓക്കെ, സോ യൂസിങ് ഇൻ്റഗ്രൽ ടെസ്റ്റ് the series summation 1 by n raised to p converges if and only if integral 1 to infinity
f of t dt converges. Okay. Now integral 1 to infinity f of t dt, which is actually limit n tends to infinity, integral 1 to n, f of t is 1 by t raised to p dt. So which is limit n tends to infinity, integral 1 to n, t raised to minus p dt. So which is equal to limit n tends to infinity, t raised to minus p is the integral p not equal to 1 ആണ് തന്നിട്ടുണ്ട്. So its integral is actually t raised to minus p plus 1 divided by minus p plus 1 limit 1 to n. So this is limit n tends to infinity. നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ മൈനസ് പി പ്ലസ് വണ്ണിനെ 1 മൈനസ് പി എന്ന് എടുക്കാം. സോ 1 മൈനസ് പി, 1 ബൈ 1 മൈനസ് പി കോമൺ എടുക്കുന്നു. 1 ബൈ 1 മൈനസ് പി ടൈംസ് ടി റേസ് ടു 1 മൈനസ് പി, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എൻ റേസ് ടു 1 മൈനസ് പി മൈനസ് 1 റേസ് ടു 1 മൈനസ് പി. 1 റേസ് ടു എനിത്തിങ് ഈസ് ഓൾവേസ് 1. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ. ഇനിയിപ്പം എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഉള്ള ഇതിൻ്റെ വാല്യൂ ആണ് നമുക്ക് അറിയേണ്ടത്. സോ ദിസ് ഈസ് ദ ആൻസർ. നൗ നമുക്കിതിനെ രണ്ട് കേസായിട്ട് തിരിക്കാം. പി നോട്ട് ഈക്വൽ ടു 1 ആണ്, പി പോസിറ്റീവ് ആണ് തന്നിട്ടുണ്ട്. സോ കൺസിഡർ 0 ലെസ് ദാൻ പി ലെസ് ദാൻ 1. ഓക്കെ. 0 ലെസ് ദാൻ പി ലെസ് ദാൻ 1 ആകുമ്പോൾ 1 മൈനസ് പി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. കാരണം പിയുടെ വാല്യൂ 0യ്ക്കും 1നും ഇടയ്ക്കാണ്. 1 മൈനസ് 0യ്ക്കും 1നും ഇടയ്ക്കുള്ള വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. സോ വിച്ച് മീൻസ് n raised to 1 minus p is actually equal to some n raised to delta. Okay. Delta ആണ്, where delta is equal to 1 minus p, which is always positive. Okay. So as n tends to infinity, n raised to delta also tends to infinity. കാരണം ഇതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണ്. എന്നിൻ്റെ ഒരു പോസിറ്റീവ് പവറാണിത്. Okay, so എന്നിൻ്റെ ഒരു പോസിറ്റീവ് പവേഴ്സ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എന്നിൻ്റെ പോസിറ്റീവ് പവേഴ്സും ടെൻസ് ടു ഇൻഫിനിറ്റി ആയിരിക്കും. ഓക്കെ. സോ വെൻ 0 ലെസ് ദാൻ പി ലെസ് ദാൻ 1, integral 1 to infinity f of t dt is actually equal to limit n tends to infinity 1 divided by 1 minus p, which is a finite number, times n raised to 1 minus p minus 1. Already പറഞ്ഞു n raised to 1 minus p or n raised to delta, whenever p is in between 0 and 1 tends to infinity as n tends to infinity. So n tends to infinity കൊടുക്കുമ്പോൾ ഈ പാർട്ട് tends to infinity ആവും. ഈ പാർട്ട് മൈനസ് 1 ആണ്, which does not affect the total value. So this term tends to infinity. Okay. So which means that this is not a finite number. Okay. So clearly we can say that integral 1 to infinity f of t dt diverges when 0 less than p less than 1. So which means that the corresponding series summation 1 by n raised to p also diverges whenever 0 less than p less than 1. Okay, this is clear. കാരണം പി 0യ്ക്കും 1നും ഇടയ്ക്കാണ് പി എങ്കിൽ 1 മൈനസ് പി പോസിറ്റീവ് ആയിരിക്കും. n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ n റൈസ് ടു എ പോസിറ്റീവ് പവർ ഓൾസോ ടെൻസ് ടു ഇൻഫിനിറ്റി. സോ ദിസ് വാല്യൂ ടെൻസ് ടു ഇൻഫിനിറ്റി, സോ വിച്ച് ഈസ് നോട്ട് എ ഫൈനൈറ്റ് നമ്പർ. ഓക്കെ. സോ ക്ലിയർലി നമ്മൾ പിയുടെ വാല്യൂ 0യ്ക്കും 1നും ഇടയ്ക്കാകുമ്പോൾ ഉള്ള വാല്യൂ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് പിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഉള്ള കേസ് മാത്രം എസ്റ്റാബ്ലിഷ് ചെയ്താൽ മതി. സോ നെക്സ്റ്റ് കേസ് ഈസ് when p is greater than 1. Okay.
സോ പി ഈസ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ 1 മൈനസ് പി ഈസ് ആക്ച്വലി ലെസ് ദാൻ 0. ഓക്കെ, അപ്പോൾ കാരണം പി 1-നേക്കാട്ടിലും കൂടുതലാണ്, ഇവിടെ 1 മൈനസ് 1-നേക്കാട്ടിലും കൂടുതലായ ഒരു നമ്പറാണ്. നമ്മളിതിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആക്ച്വലി വി ക്യാൻ റൈറ്റ് പി മൈനസ് 1 ഈസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ 0. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻഇക്വാലിറ്റി റിവേഴ്സ് ആകും. ഓക്കെ, സോ വിച്ച് മീൻസ് ദാറ്റ് നമുക്കറിയാം integral 1 to infinity f of t dt is actually limit n tends to infinity 1 divided by 1 minus p, which is a fixed number, n raised to 1 minus p minus 1. Okay, നമുക്ക് ഈ 1 minus p മൈനസ് ഓഫ് p minus 1 എന്ന് എഴുതാം. സോ ദിസ് ഈസ് ലിമിറ്റ് n tends to infinity 1 divided by 1 minus p times n raised to minus of p minus 1 minus 1. Okay, now this can be written as a raised to minus power എന്ന് വെച്ചാൽ 1 by a raised to something എന്നാണ്. We have a raised to minus m is actually 1 by a raised to. So using that we can write limit n tends to infinity 1 divided by 1 minus p times 1 by n raised to p minus 1 minus 1. Okay, now p minus 1 positive ആണ്, so n raised to p minus 1 is always positive. So as n tends to infinity, so as n tends to infinity, n raised to p minus 1 also tends to infinity. So which means that 1 by n raised to p minus 1 tends to 0. Okay, so this value actually tends to 0. So n tends to infinity ആകുമ്പോൾ ഈ പാർട്ട് 0യിലേക്ക് അടുക്കും. ഓക്കെ, സോ ഫ്രം ദാറ്റ് വി ക്യാൻ റൈറ്റ് integral 1 to infinity f of t dt is actually limit n tends to infinity കൊടുക്കുമ്പോൾ ഈ വാല്യൂ 0 ആകും. ബാക്കി നമുക്ക് റിമൈൻ ചെയ്യുന്നത് 1 divided by 1 minus p times minus 1. സോ minus 1 divided by 1 minus p, അവിടെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൈനസ് കോമ എടുത്ത് വെട്ടിക്കളയുമ്പോൾ 1 divided by p minus 1 എന്ന് കിട്ടും, which is a finite fixed number. Okay, so which means that ഈ വാല്യൂ integral 1 to infinity f of t dt എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർജ് ചെയ്യുന്നുണ്ട് whenever p is greater than 1. So we have integral 1 to infinity f of t dt converges when p is greater than 1, which implies the corresponding series 1 by n raised to p converges if p is greater than 1. Okay, so നമ്മുടെ എല്ലാ കേസുമായി. ഓക്കെ, സോ p ഈക്വൽ ടു 1ൻ്റെ അകത്ത് ഈ വാല്യൂ കൺവേർജ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഇതിൻ്റെ വാല്യൂ ഫൈനൈറ്റ് അല്ല, അതുകൊണ്ട് കറസ്പോണ്ടിങ് സീരീസ് കൺവേർജ് ചെയ്യുന്നില്ല. പി 0ക്കും 1നും ഇടയ്ക്കാകുമ്പോൾ ഈ വാല്യൂ കൺവേർജ് ചെയ്യുന്നില്ല, വിച്ച് മീൻസ് ദ കറസ്പോണ്ടിങ് സീരീസ് ഓൾസോ ഡസ് നോട്ട് കൺവേർജ്. ഇനി പി ഈസ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഈ സീരീസിൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നു, കൺവേർജ് ചെയ്യുന്നു, അതുകൊണ്ട് കറസ്പോണ്ടിങ് സീരീസ് ഈസ് കൺവേർജൻ. സോ ടു സം അപ്പ് ദ ഹോൾ തിങ് we can write the p series test as summation 1 by n raised to p converges if and only if p greater than 1. So this is the result. അപ്പോൾ ഈ റിസൾട്ട് നമുക്ക് ഇൻ്റഗ്രൽ ടെസ്റ്റ് വെച്ചും നമുക്ക് ക്ലിയർലി എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ പ്രത്യേകം ഒബ്സർവ് ചെയ്യുക, നിങ്ങൾക്ക് നാച്ചുറലി ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ഡൗട്ടാണ്, ഇതിനെ മാത്രം എന്തുകൊണ്ട് നമ്മൾ 1 by n raised to സംതിങ് എന്ന് എഴുതി. ഇതിൻ്റെ ആൻസർ n raised to 1 minus p ആയിരുന്നല്ലോ, അതിനെ 1 by n raised to p minus 1 എന്ന് എന്തുകൊണ്ട് എഴുതി? കാരണം നമുക്ക് p യുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ 1 minus p ലെസ് ദാൻ 0 ആണ്. സോ ഇത് n raised to സം നെഗറ്റീവ് പവർ എന്ന് എഴുതാൻ പറ്റും, അതിനെയാണ് 1 by n raised to സംതിങ് എന്ന് എഴുതിയത്. ഓക്കെ, നെഗറ്റീവ് പവേഴ്സ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്, അതിൻ്റെ വാല്യൂ ടെൻസ് ടു 0യുമായി. എന്നാൽ തൊട്ടുമുമ്പത്തെ കേസ് നമ്മൾ അങ്ങനെ എഴുതിയില്ല, കാര്യം പിയുടെ വാല്യൂ 0ക്കും 1നും ഇടയിലാവുമ്പോൾ 1 minus p still a positive number. So n raised to this is a positive number. n raised to ഒരു പോസിറ്റീവ് നമ്പർ നമുക്ക് 1 by സംതിങ് എന്ന് എഴുതിയിട്ട് കാര്യമില്ല, ഇറ്റ് ഡസ് നോട്ട് അഫക്ട് ദ ഹോൾ തിങ് അറ്റ് ഓൾ. ഓക്കെ, സോ വിച്ച് മീൻസ് ദാറ്റ് നമുക്ക് ക്ലിയർലി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും ദിസ് സീരീസ് ഈസ് ആക്ച്വലി കൺവേർജ്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ
ചില ക്ലാസ് ഓഫ് സീരീസിൻ്റെ കൺവേർജൻസും നമുക്ക് ഇൻ്റഗ്രൽ ടെസ്റ്റുമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻഫാക്ട് പി സീരീസ് ടെസ്റ്റിനെ ഇൻ്റഗ്രൽ ടെസ്റ്റുമായിട്ട് വെച്ച് നമുക്ക് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.